ഷാഫി പറമ്പിലിന്റെ പിന്തുണയില്ലാതെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സിമ്പതി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനിക്കാൻ അവകാശമുള്ള ഒരു കുട്ടിയെ നശിപ്പിച്ചു കളഞ്ഞ ഒരുത്തൻ എന്നുള്ളൊരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടം നേരിടുന്നത്. കുറച്ച് ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുത്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന എത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ സൃഷ്ടിക്കാൻ സാധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്? ചാനലുകളുടെ മുമ്പിൽ നിന്ന് കൈപൊക്കി കൊടിപൊക്കി ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിനപ്പുറത്ത് അടിത്തട്ടിൽ എന്ത് പ്രവർത്തനങ്ങളുണ്ട്? ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ ആ MLA സ്ഥാനമൊക്കെ രാജിവെച്ച് വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞില്ല. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഔദ്യോഗികമായി MLA ആയതിനു ശേഷം വീണ്ടും പരിപാടിക്ക്, വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും പരിപാടിയിലോട്ട് വരികയാണ്. അതിന് സപ്പോർട്ടായിട്ട് ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം 1.5 മാസത്തിന് ശേഷം ഒരു വലിയ ഫ്ലക്സ് ബോർഡൊക്കെ പാലക്കാട് ഉയർന്നിട്ടുണ്ട്. കാരണം അത് മുസ്ലിം ലീഗിന്റെ വാർഡ് കൗൺസിലറാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു പഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫിക്ക് നേരെ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഷാഫിയുടെ പേരിൽ നടന്നിട്ടുള്ള, ഷാഫിക്കെതിരെയല്ല, ഷാഫിയുടെ പേരിൽ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സമാനമായ രീതിയിൽ പാലക്കാടും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകൂടാ. ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ ആക്രമണമുണ്ടായി അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആദ്യം ഓടിയെത്തുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം തലേ ദിവസം തന്നെ വിജയ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു, മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ആക്രോശിക്കുന്നു. കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു MLA പാർലമെന്ററി പാർട്ടിയിൽ നിന്നും, അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു MLA നടത്തിയ പത്രസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മുൻ കോഴിക്കോട് DCC പ്രസിഡന്റും ആ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു അവസ്ഥ, അതായത് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്, ഷാഫിക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മെയിൻ സ്ട്രീമിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക എന്ന് പറയില്ലേ, അതിന് തുല്യമായിട്ടുള്ള രീതിയിലേക്കാണ് പാലക്കാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ? അദ്ദേഹം അർദ്ധരാത്രിയിൽ പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്നു, ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റിവെക്കാം. അതല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഞ്ചാര അടിയാണ്. അത്രേ ഉള്ളൂ, അവിടെ നമുക്കത് നിർത്താം. പക്ഷെ അതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ? 1 മിനിറ്റ് വേണ്ട, ഞാൻ വിചാരിച്ചാൽ നിന്നെ കൊല്ലാൻ എന്ന് പറയുന്നുണ്ട്. ഈ വോയിസ് റെക്കോർഡ് തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആ ടെലിഫോൺ സംഭാഷണത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ട് അത് തെറ്റല്ല എന്ന് ആണോ കോൺഗ്രസ് പാർട്ടി പറയുന്നത്? ഈ ഗർഭചിത്രത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണോ? ഗർഭചിത്രത്തിനൊക്കെ എതിരെ ഈ പള്ളികളിലൊക്കെ പണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗർഭചിത്രം പാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള ജനിക്കാൻ അവകാശമുള്ള ഒരു കുട്ടിയെ നശിപ്പിച്ചു കളഞ്ഞ ഒരുത്തൻ എന്നുള്ളൊരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടം നേരിടുന്നത്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. VD സതീശനൊക്കെ അതിലൊരു സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. ഉമാ തോമസ് MLA പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിനകത്ത് എന്താ ചെയ്തിട്ടുള്ളത്? കുറച്ച് ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുത്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന എത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ സൃഷ്ടിക്കാൻ സാധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്? ആരെയും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടൊന്നുമില്ല. ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് സജീവമായിരുന്നുവെങ്കിൽ എന്നേ UDF സർക്കാർ അധികാരത്തിൽ വന്നേനെ. അടിത്തട്ടിൽ പ്രവർത്തനമില്ല. സമരങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് ഒരു വെള്ളമടിച്ച് ആ വെള്ളം പൈപ്പിൽ കൂടെ വെള്ളമടിക്കും. വെള്ളമടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളമടിക്കകത്ത് ചാനലുകളുടെ മുമ്പിൽ നിന്ന് കൈപൊക്കി കൊടിപൊക്കി ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിനപ്പുറത്ത് അടിത്തട്ടിൽ എന്ത് പ്രവർത്തനങ്ങളുണ്ടെന്നേ. ഏതാനും ചില പ്രദേശത്ത് ചില ആളുകൾ നടത്തുന്ന പൊതിച്ചോറ് വിതരണമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി പറയട്ടെ. വയനാട് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പിരിച്ച ഫണ്ട് എവിടെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഇയാൾ രാജിവെച്ചതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലല്ലോ. ചോദിക്കാൻ ആളില്ലാതെ. ആരോടാണ് ചോദിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പിരിച്ചെടുത്ത പൈസ എവിടെയാണ്? അതിനുത്തരം വേണ്ടേ? അതിനുത്തരമില്ലാതെ നിൽക്കുകയല്ലേ കോൺഗ്രസ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ്
കോൺഗ്രസിന്റെ മൗനാനുവാദത്തോടെ, കോൺഗ്രസിനകത്തെ ചില ആളുകളുടെ മൗനാനുവാദത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാട് എത്തും. ഷാഫി പറമ്പിലിന്റെ പിന്തുണയില്ലാതെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഇത് ഷാഫി പറമ്പിലിന്റെ ഒരു വാശിയാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുത്തെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നും വീണ്ടും സജീവമാക്കി രംഗത്ത് കൊണ്ടുവരും എന്നുള്ളത് ഷാഫിയുടെ വാശിയാണ്. ആ വാശിയുടെ പുറത്ത് തീരാൻ പോകുന്നത് ഷാഫിയുടെയും കൂടി പൊളിറ്റിക്കൽ കരിയറാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ഷാഫി എന്നാണ് മനസ്സിലാക്കുന്നത്. ഷാഫിയെ ഈ സംസ്ഥാനത്തുള്ള ഒട്ടനവധി ആളുകൾക്ക് ഇഷ്ടമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഷാഫി ഇതുപോലെ ഒരു ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്ഷൽ സൈക്കോപാത്തിനെ ചുമക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ആ ആളെ ഇനിയും MLA ആയിട്ട് ഈ നാട്ടില് വാഴിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് വന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകിട്ട് കോൺഗ്രസ്സുകാർ തല്ലുകൊള്ളാൻ വേണ്ടി പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോയ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? എടുത്തിട്ടില്ലല്ലോ. ഇന്നും ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ പോകും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആരെയാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇന്ന് തല്ലുകൊള്ളാൻ വേണ്ടി പോണത്? ലൈംഗിക ആരോപണ വിധേയനായ ഒരു MLA സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കണ്ടേ? ഈ ലൈംഗിക ആരോപണം നേരിടുന്ന MLA സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പോയി പോലീസിന്റെ ലാത്തിചാർജിൽപ്പെട്ട് കേസ് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവുമോ? എത്രയെത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേടിച്ച് ഭയന്നിരിക്കുന്നതറിയോ? അടുത്ത പ്രാവശ്യം UDF ഭരണം വരാത്ത പക്ഷം 50, 100, 150 കേസുകളൊക്കെയുള്ള ആളുകളുണ്ടെന്ന യൂത്ത് കോൺഗ്രസിനകത്ത്. അവരുടെ തലയിലേക്ക് വീണ്ടും ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചോര വീഴ്ത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നും ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെടും എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡ്രാമ അവിടെ കാട്ടിക്കൂട്ടും. അതിനുശേഷം എവിടെന്നെങ്കിലുമൊക്കെ ചോര എവിടെയെങ്കിലുമൊക്കെ വീഴ്ത്തിയതിനു ശേഷം അതൊരു കാരണമായി മാറ്റിക്കൊണ്ട് എന്താ പറയുക, അദ്ദേഹത്തിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സിമ്പതി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് അവിടെ ഒരു ഫ്ലെക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അറിവില്ലാതെ നടക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. മുസ്ലിം ലീഗ് അങ്ങനെ അവിടെ ഒരു ഫ്ലെക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ടാവും, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടാവും. അവിടെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഇറങ്ങും, കൂട്ടത്തിൽ SDPI ഇറങ്ങും. അപ്പുറത്ത് പ്രതിഷേധവുമായിട്ട് CPM DYFI എത്തും, BJP യുവമോർച്ചയും എത്തും. അവിടെ സംഘർഷ സാധ്യതകൾ സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഒരു കലാപത്തിന് തന്നെ ആക്കം കൂട്ടുകയാണ് ഒരു MLA എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു MLA ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ ആ MLA സ്ഥാനമൊക്കെ രാജിവെച്ച് വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? അതിനുശേഷവും ഇയാളെ താങ്ങി നടക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ടെന്നേ. ഇയാളെ ഭയമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ. ഇന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുന്നതോടുകൂടി സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സംഘർഷത്തെ പോലീസ് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.